നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം കാർപ്പൽ ടണൽ സിൻഡ്രോമാണ്. എന്താണ് കാർപ്പൽ ടണൽ സിൻഡ്രോം? നമുക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മുടെ കൈപ്പത്തിയിലോട്ടുള്ള ഞരമ്പ് അമങ്ങുന്നത് കൊണ്ടുള്ള കയ്യിലോട്ടുള്ള പെരുപ്പും ബലക്കുറവുമാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത്. സാധാരണ പ്രമേഹം, തൈറോയിഡിന്റെ ബുദ്ധിമുട്ടുള്ളവര്, ഒബീസിറ്റി, വെയിറ്റ് കൂടുതലുള്ളവർ, പ്രഗ്നൻസി, വാദമുള്ളവര്, അല്ലെങ്കിൽ പണ്ട് എപ്പോഴെങ്കിലും ഒരു ഫ്രാക്ചർ വന്ന് അങ്ങനെ ഈ ഞരമ്പ് അമങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പം സാധാരണയായി കണ്ടുവരുന്ന ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അമിതമായ കൈപ്പെരുപ്പ്. പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും വീട്ടിലുള്ള കാര്യങ്ങൾ, ഫോൺ പിടിക്കുമ്പോൾ അല്ലെങ്കിൽ ബൈക്ക് ഓടിക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ കത്തിയൊക്കെ മുറുക്കി പിടിക്കുമ്പോഴൊക്കെയാണ് ഈ പെരുപ്പ് അനുഭവപ്പെടാറ്. അടുത്ത സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് ബലക്കുറവും അനുഭവപ്പെടുന്നുണ്ട്. എന്തെങ്കിലും സാധനങ്ങൾ എടുക്കുമ്പോൾ കയ്യിൽ നിന്ന് തെന്നി വഴുതി പോകാറുണ്ട്. ഇതാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം. എന്താണ് ഇതിന്റെ പ്രതിവിധി? ആരംഭഘട്ടങ്ങളിലാണെങ്കിൽ നമുക്ക് മരുന്നും ഫിസിയോതെറാപ്പിയും സ്റ്റീറോയിഡ് ഇഞ്ചക്ഷനൊക്കെ കൊണ്ട് നമുക്ക് ഏറെക്കുറെ ഇതിനൊരു ശമനം ലഭിക്കാവുന്നതാണ്. അതേപോലെ പ്രമേഹം, തൈറോയിഡ് അല്ലെങ്കിൽ ആർത്രൈറ്റിസ് അങ്ങനെയുള്ള അസുഖങ്ങളുടെ ട്രീറ്റ്മെൻറ്റും കൂടി ഇതിനോടൊപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അഡ്വാൻസ് സ്റ്റേജസ് ആണെങ്കിൽ നമുക്കതിന് സർജറി അല്ലെങ്കിൽ ശസ്ത്രക്രിയ തന്നെ വേണ്ടിവരും. നമുക്ക് 2 രീതിയിലുള്ള ശസ്ത്രക്രിയ ഉണ്ട്. ഓപ്പണായിട്ട് ചെയ്യുന്ന ശസ്ത്രക്രിയയുമുണ്ട്, താക്കോൽ ദ്വാര അഥവാ എൻഡോസ്കോപ്പിക് സർജറിയും ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇടുന്ന വീഡിയോ അത്തരം ഒരു എൻഡോസ്കോപ്പിക് സർജറിയുടേതാണ്. നന്നായിട്ട് ഫുള്ള് കൈരപത്തി മടക്കിക്ക്, ഫുള്ള് കൈരപത്തി നിവർത്തിക്ക്. ഇനി ഓരോ വിരലായിട്ട് മടക്കിക്കേ. മറ്റേ വിരൽ മടക്കുക, ഫുള്ള് മടക്കണേ. ഫുള്ള് മടക്കുക, മുറുക്കി പിടിക്കുന്നു. നിവർത്തുക, നന്നായിട്ട് മുറുക്കി പിടിച്ചേട്ടെ.